ഇതുപോലെയുള്ള പൂച്ചെടി വിത്തുകളൊക്കെ വേണമെങ്കിൽ വേഗം വന്നോളൂ കേട്ടോ. അതുമാത്രമല്ല, നമ്മളോട് പൂച്ചെടിൻ്റെ വിത്ത് വാങ്ങുന്നവർക്ക് വിത്തുകളെല്ലാം മുളച്ച് കിട്ടുമോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ജെർമിനേഷൻ വീഡിയോയും കൂടിയാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കുന്നത്. വിത്തുകൾ മുളച്ച് കിട്ടുമോ എന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സീനിയർ ചെടീൻ്റെ വിത്ത് പാകി മുളച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ നമ്മൾ സീനിയറിൻ്റെ വിത്ത് പാകി ഇട്ടതാണ്. അപ്പോൾ അതുകൂടാതെ ഞാനിവിടെ കുറച്ച് നിലത്ത് ഇട്ടിട്ടുണ്ട്. കണ്ടോ, എല്ലാ വിത്തും നമുക്ക് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അത്രയും നല്ല ഫ്രഷ് വിത്താണ് നമ്മൾ അയക്കുന്നത്. ഈ കാണുന്നത് നമ്മുടെ വെൽവെറ്റ് സെലേഷ്യ, അതായത് കട്ടയായിട്ട് ഫ്ലവർ വിരിയുന്ന സെലേഷ്യേൻ്റെയാണ്. ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ എന്താ പറയുക, സീഡ് നമ്മൾ നന്നാക്കി എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു പൊട്ടും പൊടിയും എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം കൂടെ നമ്മൾ വാരി കൂട്ടി ഇങ്ങനെ ഇട്ടപ്പോഴാട്ടോ ഇതുപോലെ മുളച്ച് വന്നേക്കണത്. കണ്ടോ, ഇനി ഇതെല്ലാം പറിച്ച് നമുക്ക് മാറ്റി നടണം. ഇത് നമ്മുടെ ബന്ദീൻ്റെയാണ് കേട്ടോ, കാക്ക ബന്ദി, അതുപോലെ മിക്സ്ഡ് കളറുള്ള ബന്ദി. പിന്നെ നമ്മുടെ കതിർ സലേഷ്യൻ്റെ വേറെ ഇതൊക്കെ നമ്മൾ പാകി മുളപ്പിച്ച് വെച്ചേക്കണതാണ്. ഇത് വേറൊരു പൂച്ചെടീൻ്റെ വിത്താണ് കേട്ടോ. നമ്മുടെ ഒരു മഞ്ഞ കളറിൽ ഒരു ഫ്ലവർ വിരിയുന്നുണ്ട്, ഒരു സീനിയ പോലത്തെ. ഇത് പിന്നെ നമ്മൾ ഇപ്പം പാകി അധിക ദിവസം ആയിട്ടില്ല കേട്ടോ. വിത്തുകളെല്ലാം മുളച്ച് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് കണ്ടോ, വിത്തുകളെല്ലാം മുളച്ച് നിൽക്കുന്നത്. അപ്പം നമ്മൾ വിത്തുകൾ പാകുമ്പോഴും ഉണ്ടല്ലോ, നമ്മൾ കുറച്ച് കാര്യങ്ങളും കൊണ്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ഉറുമ്പ് എടുത്തുകൊണ്ട് പോകാതെയും നനയും എല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മുടെ വിത്തുകളെ നമുക്ക് പാകി മുളപ്പിക്കാനായിട്ട്. അതുപോലെ ഈ പ്രായത്തിലൊക്കെ ആയി മുളച്ച് വരുന്ന വിത്തുകൾ നമ്മൾ നനച്ച് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അത്രയും ചെറിയ കുഞ്ഞു തൈകളാണ്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എല്ലാം ഇങ്ങനെ ചെരിഞ്ഞ് വീണിട്ട് പിന്നെ അത് നിവർന്ന് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ കാര്യവും ശ്രദ്ധിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ വിത്തുകൾ പാകി മുളപ്പിക്കാനായിട്ട്. ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ആസ്റ്ററിൻ്റെ വിത്തുണ്ടല്ലോ, നല്ല എന്താ പറയുക, ജമന്തിപ്പൂ പോലെ വിരിഞ്ഞ് നിൽക്കുന്നത്, അതിൻ്റെ വിത്ത് പാകി മുളച്ച് വരുന്നതാണ്. വിത്തുകൾ ഇങ്ങനെ നല്ലോണം മുളച്ച് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ, കമൻറ്റ് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അപ്പം നമ്മളെപ്പോലെയുള്ള ചെടിപ്രേമികൾക്ക് ഇതുപോലെയുള്ള പെട്ടെന്ന് മുളച്ച് കിട്ടുന്ന വിത്തുകളൊക്കെ വേണമെന്നുള്ളവരാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ പൂന്തോട്ടം നിറച്ച്, അതായത് ഇപ്പോൾ ഒക്കെ നമ്മൾ പാകി മുളപ്പിച്ചാലാണ് നമ്മുടെ പൂന്തോട്ടത്തിൽ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ആക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ.